അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിൽ പലരും കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് അല്ലേ? ഒരു കടം തീർക്കാൻ വേണ്ടി മറുകടം വാങ്ങും. പിന്നെ ആ പൈസ കൊടുക്കാൻ വേണ്ടി പലിശക്കടത്തിൽ ചെന്ന് അകപ്പെടും. ഇതൊക്കെയാണ് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരുടെയും അവസ്ഥ. കടങ്ങൾ കൊണ്ട് വിഷമത്തിലാണ്, കടങ്ങൾ വീടാൻ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായി ഈ സൂറത്തൊന്ന് ഓതി നോക്കൂ. ഒരു ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഓതി തീർക്കാം. പക്ഷേ ഓതുമ്പോൾ ആത്മാർത്ഥതയോട് കൂടി ഓതുക. ഞാൻ ഉറപ്പു തരുന്നു, കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും നേടിയെടുത്തത് ഈ ഒരു സൂറത്ത് ഓതിക്കൊണ്ടാണ്. സൂറത്ത് ഫത്തഹ് 21 പ്രാവശ്യമോ 41 പ്രാവശ്യമോ ഓതി നോക്കൂ. തീർച്ചയാണ് നിങ്ങൾ ഏതൊരു ഉദ്ദേശം കൊണ്ടാണോ ആ സൂറത്ത് ഓതാൻ ഇരിക്കുന്നത്, ആ ഉദ്ദേശം നടക്കുക തന്നെ ചെയ്യും. ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോടെയാണ് ഓതാനിരിക്കുന്നത്. അങ്ങനെ ഓതിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഈ സൂറത്ത് ഓതി തീരുന്നതിന് മുമ്പ് എൻ്റെ ഈ കാര്യം നടക്കുക തന്നെ ചെയ്യും എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഓതി നോക്കൂ. തീർച്ചയാണ് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമോ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ ഓതി നോക്കൂ. അതുപോലെ തന്നെയാണ് തഹജ്ജുദ് നമസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ 1 മാസം തഹജ്ജുദ് നമസ്കരിച്ച് നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. രാത്രിയുടെ 3-ാം യാമത്തിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ദുഃഖം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു നോക്കൂ. തീർച്ചയാണ് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.